നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇപ്പോൾ ദിവസങ്ങളായി ഇങ്ങനെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതും കാത്ത് മലയാളികൾ ഇരിക്കുകയാണ്. വിവിധ തരങ്ങളിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ ചർച്ചയായത് മറ്റൊരു വിഷയമാണ്. തലാലിൻ്റെ സഹോദരൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. ഇത് കാണുമ്പോൾ നമ്മൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ്. ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അയാൾ നടത്തുമ്പോൾ അത് അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സാമുവൽ ജെറോം ഇത്ര ഒരു മോശക്കാരനായിരുന്നോ? അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ മലയാളിയായ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇങ്ങനെ തരം താഴ്ത്തപ്പെടുന്നത്. അപ്പോൾ മലയാളികളെല്ലാം ഇങ്ങനെയാണോ, മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയാണോ, കള്ളം പറയുകയാണോ എന്നൊരു ചിന്ത വരും. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ സാമുവൽ ജെറോം ശരിക്കും ഈ തലാലിൻ്റെ സഹോദരൻ പറയുന്നത് പോലെ അതാണോ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഈ തലാലിൻ്റെ സഹോദരന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉദ്ദേശമുണ്ടോ, ഒരു ക്രൂക്കഡായിട്ട് ചിന്തിച്ചത് ചെയ്യുന്നതാണോ എന്ന് നമ്മൾ രണ്ട് തരത്തിലും ഇതിനെ ചിന്തിക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും ഈ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി യമൻ ഭരണകൂടം വധശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട്, താൽക്കാലികമായി നീട്ടിവെച്ചിട്ടുണ്ട്. അത് ഏത് സമയത്താണ് ഇനി അതിനെപ്പറ്റി ആലോചിക്കുക, പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് യമൻ സർക്കാരും അതുപോലെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉള്ള അറിയിപ്പുണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ കൃത്യമായിട്ട് നമുക്കറിയാം എന്തും സംഭവിക്കാവുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവിടെ സൂഫി പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് അവരുടെ കുടുംബവുമായിട്ട് ചർച്ച നടത്തുന്നു. പക്ഷെ കുടുംബം അയയുന്ന മട്ടില്ല. അവർക്ക് ആ രക്തത്തിൻ്റെ പങ്ക് ധനമായി ഞങ്ങൾ വേണ്ട എന്ന നിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പല ആളുകളും അവരുടെ ഈ പറയുന്ന ഫേസ്ബുക്കിൻ്റെ അടിയിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രതികരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ അടിയിൽ പോയിട്ട് അറബി ഭാഷയിൽ അവർക്ക് മനസ്സിലാകണമെന്ന രീതിയിൽ തനിക്ക് ഉളുപ്പുണ്ടോ തൻ്റെ സഹോദരൻ്റെ ഇതിങ്ങനെ വാങ്ങാൻ എന്ന നിലയിലൊക്കെ വലിയ തോതിൽ ഈ പ്രചരണം നടത്തി എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ ഇല്ലാതാക്കുക എന്ന ചിന്തയും എന്ന പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കൂടെ വന്നിരിക്കുന്നത്. ഈ ചേച്ചി ആദ്യം പറഞ്ഞതുപോലെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് സാമുവൽ ജെറോമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു അഭിഭാഷകനല്ല. അതായത് നിമിഷപ്രിയ കേസിൻ്റെ അഭിഭാഷകനായ സാമുവൽ ജെറോം യമനിൽ നിന്ന് നിരന്തരമായി വർഷങ്ങളായി നിമിഷപ്രിയയുടെ കേസിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്ന ആളാണ് എന്ന രീതിയിലായിരുന്നു ഇന്ത്യയിലും കേരളത്തിലും മാധ്യമങ്ങളും പറഞ്ഞത്. ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. അതെ, അതാണ് നിലവിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്തും ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അയാളെ വിശേഷിപ്പിച്ചത് ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ ഒരു പ്രശ്നം വന്ന സമയത്തും വളരെ ഈ വികാരാതീതനായി അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്ന സാമുവൽ ജെറോമിനെ നമ്മൾ കണ്ടു. ആരും അത്തരത്തിൽ ഇടപെട്ടിട്ടില്ല. ഈ കാന്തപുരത്തിൻ്റെ അനുയായികളോ മധ്യസ്ഥരോ ആരും തന്നെ കുടുംബത്തോട് ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഇതൊക്കെ കള്ളമാണെന്നും ആരോടാണ് ചർച്ച നടത്തിയതെന്നൊക്കെ വന്ന് മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന ആളെ നമ്മൾ കണ്ടു. ഈ 24-ലെ ഹാഷ്മിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കോളിൽ വെച്ചിട്ട് ചർച്ചയ്ക്കിടയിൽ വെച്ചിട്ട് കൃത്യമായി ഹാഷ്മി ചോദിക്കുമ്പോൾ ഹാഷ്മിയോട് വളരെ ഗൗരവത്തിൽ സംസാരിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന സാമുവൽ ജെറോമിനെയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പം നടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ വാദങ്ങളാണ്. അത് പറഞ്ഞിരിക്കുന്നതും ഈ പറയുന്ന മരിച്ച തലാലിൻ്റെ സഹോദരനായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് മഹ്ദി. അപ്പോൾ അബ്ദുൽ ഫത്താഹ് മഹ്ദി പറയുന്നത് ഈ കുടുംബവുമായി ഇതുവരെ ഇയാൾ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ്. അതായത് ആലോചിക്കണം, അതായത് വർഷങ്ങളായിട്ട് ആണ് ഈ ഒരു കേസിൻ്റെ പുറകെ ഇയാൾ നടക്കാൻ തുടങ്ങിയിട്ട്. സാമുവൽ ജെറോം നടക്കാൻ തുടങ്ങിയിട്ട്. സാമുവൽ ജെറോം വർഷങ്ങളായി നടക്കുമ്പോൾ ഓരോ തവണയും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കേസിൽ ഞാൻ കൃത്യമായി ഇടപെടുന്നുണ്ട്, ഈ കേസിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഈ കേസിലുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നു അത്തരത്തിൽ ഒരു തീരുമാനവും അത്തരത്തിൽ ഒരു ബന്ധപ്പെടലും ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞങ്ങളോട് ബന്ധപ്പെടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു കാര്യം ഇയാൾ ചെയ്തിട്ടില്ല. ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചിട്ടില്ല. ഏറ്റവും ഗുരുതരമായ ആരോപണമാണ്. ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു തലാലിൻ്റെ സഹോദരൻ. എന്നിട്ട് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ കൗൺസിൽ ഇയാൾക്കെതിരെ കുറച്ച് സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിനെ സാധൂകരിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ പറയുന്ന തലാലിൻ്റെ സഹോദരനായിട്ടുള്ള ഈ മഹ്ദിയുടെ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ആരോപണം വരുന്നത്.
പ്രതിയുടെ കുടുംബത്തെ കബളിപ്പിച്ചും പ്രതിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളിൽ നിന്ന് പണം തട്ടിയും പല വിധത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളും ആശയവിനിമയങ്ങളും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 40,000-ൽ പരം ഡോളർ ഇപ്പോൾ തന്നെ സാമുവൽ ജെറോം കൈക്കലാക്കിയിട്ടുണ്ട് എന്നുമാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഈ തലാലിൻ്റെ സഹോദരൻ പറഞ്ഞത്. അതിലും വലിയൊരു ഭീകരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് യമൻ ഭരണാധികാരി ഈ വധശിക്ഷ അംഗീകരിച്ചപ്പോൾ, യമൻ പ്രസിഡന്റിന് ആ വധശിക്ഷ വേണോ വേണ്ടയോ തീരുമാനിക്കാനുള്ള പവറുണ്ട്. അപ്പോൾ അത് അംഗീകരിച്ചപ്പോൾ അന്ന് തങ്ങളെ ആദ്യമായി അന്നാണ് നേരിട്ട് കാണുന്നതെന്നും അന്ന് സനയിൽ വെച്ചിട്ട് അഭിനന്ദനങ്ങൾ എന്ന് ഈ പറയുന്ന സാമുവൽ ജെറോം തലാലിൻ്റെ സഹോദരനോട് പറഞ്ഞു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, അതിൻ്റെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം നമ്മൾ അതിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ, അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് പറയുന്നത്. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കേസ് നടക്കുമ്പോൾ വാദിയും പ്രതിയും ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൺഗ്രാജുലേഷൻസ് പറയില്ലേ? എതിർക്കുന്നവരെ ആയാൽ പോലും കൺഗ്രാജുലേഷൻസ് പറയില്ലേ? അല്ല, അത് പറയും. പക്ഷേ എങ്കിൽ പോലും ഇതൊരു മരണത്തിൻ്റെ കാര്യമായതുകൊണ്ടും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്കും അത്തരത്തിൽ വരുമ്പോൾ അങ്ങനെ മറ്റൊരാൾ പറയും, വേറെ ആര് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ഇങ്ങനെ ഒരാളത് പറയുമോ? പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ വംശജനായ ഇന്ത്യക്കാരനായ മലയാളിയായ ഒരാളത് പറയുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ പറയില്ല. അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ അത് പറയുമോ? നമ്മളാണെങ്കിൽ അത് പറയില്ലല്ലോ. നിമിഷപ്രിയയുടെ ഒരു ജീവൻ അപ്പുറത്ത് പോവും, നഷ്ടപ്പെടുത്തും. ഇത്രയും നേരം ഇത്രയും കാലം ഞാൻ ഒരുപാട് തവണ അതിൻ്റെ പുറകെ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാന നിമിഷവും അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാൻ തോന്നുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വളരെ ഗുരുതരമായിട്ടാണ് ഇദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. കാന്തപുരത്തിന് എതിരായിക്കൊണ്ട് പറഞ്ഞതിന് ശേഷം സാമുവൽ ജെറോമിനെ എതിരായിക്കൊണ്ട് വലിയ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഒരു യാഥാർത്ഥ്യം. കേരളത്തിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ നടന്നിരുന്നു. മാധ്യമങ്ങളിലൂടെ ആരാണ് സാമുവൽ ജെറോം എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. സാമുവൽ ജെറോം യഥാർത്ഥത്തിൽ ഒരു ഈ പറയുന്നത് പോലെ നിമിഷപ്രിയയുടെ കുടുംബത്തിൻ്റെ അവിടെയുള്ള പവർ ഓഫ് അറ്റോർണി ആ ഒരു രീതിയിലുള്ള അധികാരമുള്ള ഒരാൾ മാത്രമാണ്, പവർ ഓഫ് അറ്റോർണി ആയിട്ടുള്ള ഒരാൾ മാത്രമാണ് എന്നതാണ് അവിടുത്തെ ഈ സാമുവൽ ജെറോം ഈ പറയുന്ന തലാലിൻ്റെ സഹോദരൻ പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹം അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഇതിൻ്റെ ഒരു രണ്ടാമത്തെ വേർഷൻ, ഈ തലാലിൻ്റെ കുടുംബത്തിന് നിമിഷപ്രിയയുടെ അതായത് പ്രതിയുടെ കുടുംബത്തോട് ഇത്രയധികം സ്നേഹം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് സാമുവൽ ജെറോമിനെതിരെ ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്? സാമുവൽ ജെറോം, ഇത് നമ്മുടെ ഭാഷ്യമല്ല, രണ്ടും നമ്മുടെ ഭാഷ്യമല്ല, സാമുവൽ ജെറോമിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ഭാഷ്യമാണ്. സാമുവൽ ജെറോം വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തനം നടത്തുന്നു. അവിടെ അവരുടെ കുടുംബവുമായിട്ടൊരു ടെക്സ്റ്റ് മെസ്സേജ് പോലും നടത്തിയിട്ടില്ല എന്നതാണെങ്കിൽ കൃത്യമായി അവിടെയുള്ള മലയാളികളും അവിടെയുള്ള ആളുകളും ഒക്കെ ഇത് ഏതെങ്കിലും കാലത്ത് അറിയില്ലേ? ഇയാൾക്ക് ഏതൊക്കെ തരത്തിലാണ് പണം പോയിട്ടുള്ളത് എന്ന് ഇയാൾ ബോധിപ്പിക്കേണ്ടി വരില്ലേ? ആക്ഷൻ കൗൺസിലും അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലേ? അത് ആക്ഷൻ കൗൺസിലും അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആക്ഷൻ കൗൺസിലിൻ്റെ പുറത്ത് ആക്ഷൻ കൗൺസിലും ഇവരും തമ്മിലുള്ള തമ്മിലുള്ള തർക്കങ്ങൾ കാരണമാണ് ഇത്തരത്തിലൊരു ആരോപണത്തിലേക്ക് പോയത് എന്നാണ് സാമുവൽ ജെറോം പറയുന്നത്. സാമുവൽ ജെറോം വളരെ ഫലപ്രദമായി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടുകയും അവിടെയുള്ള യമൻ സർക്കാരിൽ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ എത്തുകയും അവസാനം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു. അന്ന് നിമിഷപ്രിയയുടെ സഹോദരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. വളരെ സങ്കടകരമാണ് ഈ പറയുന്ന വധശിക്ഷ നീട്ടിവെച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം കാരണക്കാരനായിട്ടുള്ള സാമുവൽ ജെറോമിനെതിരായിക്കൊണ്ട് കൃത്യമായി ഇദ്ദേഹം എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതാണോ എന്നതാണ് മറുഭാഗത്തു നിന്നുള്ള ആരോപണം. നമുക്കതിൻ്റെ നിജസ്ഥിതി അറിയില്ല, അതുകൊണ്ട് പറയുന്നു. വ്യക്തിപരമായിട്ടല്ല ഇത് പറയുന്നത്, ഒരു ആരോപണമാണ് ഈ പറയുന്ന സാമുവൽ ജെറോമിൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്ന്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതിൽ ഒരു മധ്യസ്ഥ ചർച്ച നടത്തിയപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ വന്ന് സംസാരിക്കുകയും കാന്തപുരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഈ പറയുന്ന സാമുവൽ ജെറോം. അതേ തുടർന്ന് തന്നെ അദ്ദേഹത്തോട്, അതായത് സാമുവൽ ജെറോമിനോട് വലിയ രീതിയിൽ ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നുവെന്നും കേരളത്തിലെ കാന്തപുരം അനുകൂലികൾക്ക് അദ്ദേഹത്തോട് വിദ്വേഷമുണ്ടായിരുന്നെന്നും അവർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ സാമുവൽ ജെറോം ഈ പറയുന്ന ഇവരുടെ ഈ തലാലിൻ്റെ സഹോദരനെ കൊണ്ട് ഇത്തരത്തിൽ സാമുവൽ ജെറോമിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിപ്പിച്ചതും എന്നുള്ള വാദമാണ് മറുഭാഗത്ത് നടക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അധികം വൈകാതെ തന്നെ പുറത്തു വരും, ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരും. ഈ സാമുവൽ ജെറോമിന് പണം കൊടുത്ത ആളുകളുണ്ട്, അത് കൃത്യമായി കൊടുത്തതൊക്കെ നമുക്കറിയാം. അത് ഏത് വഴി എന്തിന് ചിലവഴിച്ചു എന്നൊക്കെയുള്ളത് അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം തീർത്തു പറയാം, സാമുവൽ ജെറോം എന്ന് പറയുന്ന ആൾ
അയാൾ കൃത്യമായി നിമിഷപ്രിയയുടെ കേസിൽ ഇടപെട്ടിട്ട് ആണ് ഇത്തരത്തിലൊരു കള്ളാരോപണത്തിനാണ് അയാൾ വിധേയനായതെങ്കിൽ നമുക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ഇന്നത്തെ കാലത്ത് ഒരു ജീവന് വേണ്ടി അങ്ങനെ ആരും നിൽക്കില്ലല്ലോ. അത് ഒന്ന്. രണ്ടാമത്തത്, തലാലിൻ്റെ സഹോദരൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമായ കാര്യമാണ്. ഒരാളുടെ മരണത്തെ, വധശിക്ഷ കഴിയുന്ന ഒരു സ്ത്രീയുടെ നിസ്സഹായതയെ മുതലാക്കി 40,000-ൽ പരം ഡോളർ തട്ടിയെടുത്ത് അയാളുടെ പേര് ടി വിയിലും ചാനലുകളിലും ഒക്കെ വരാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളും പ്രകടനങ്ങളുമാണ് ഇയാൾ നടത്തിയതെങ്കിൽ, ആ പേരിൻ്റെ പുറത്താണ് ഇയാൾ കേരളത്തിലുടനീളം അറിയപ്പെട്ടതെങ്കിൽ, അത്തരത്തിലൊരു വൃത്തികെട്ട ചതിയാണ് ഇയാൾ നടത്തിയതെങ്കിൽ അയാൾക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം. ഇയാളെ ജനങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തേണ്ട തരത്തിലുള്ള കാര്യമാണ് ഇയാൾ ചെയ്തത് എന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. ആരുടെയും ജീവന്റെ നിസ്സഹായത വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി വളരെ 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ പുറത്തു വരും. നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം.